ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ലഡു ഉണ്ടാക്കാനാണ് കാണിക്കാൻ പോകുന്നത്. ഒരു ലോക്ക്ഡൗൺ സ്പെഷ്യൽ ലഡു റെസിപ്പി തന്നെയാണ്. കാരണം നമ്മൾ ബൂന്തി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കും വേണ്ട. വളരെ സിമ്പിളായിട്ടുള്ളൊരു അടിപൊളി ലഡു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്കിന്ന് ഇന്നത്തെ ലോക്ക്ഡൗൺ സ്പെഷ്യൽ ലഡു റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് നമുക്കതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ കപ്പ് മെഷർമെൻറ്റ് തന്നെ വേണമെന്നില്ല. സാധാരണ നിങ്ങൾ ഏതൊരു കപ്പാണ് എടുക്കുന്നത് ആ കപ്പിൽ തന്നെ എല്ലാം മെഷർ ചെയ്യുക കേട്ടോ. അപ്പോൾ 1 കപ്പ് റവയിലേക്ക് ഞാൻ 1 കപ്പ് കടലമാവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം ഏത് കപ്പിലാണോ റവ എടുത്തത് ആ കപ്പിൽ തന്നെ കടലമാവും എടുത്തിട്ട് മെഷർ ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം, കുറച്ചുകൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് നെയ്യ് മെൽട്ടാക്കിയത് എടുത്തിട്ടുണ്ട്. ഉരുക്കിയെടുത്തിട്ടുള്ള നെയ്യ് വേണം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 1 കപ്പിൽ നിന്ന് ഞാനൊരു 2-3 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം, അത് മതിയാകും. ഒരുപാടൊന്നും വേണ്ട. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കിയുള്ള നെയ്യ് നമുക്ക് ആവശ്യമുണ്ട്, അത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. 1 കപ്പ് നെയ്യ് മെൽട്ടാക്കിയത് നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് വേണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഈ റവയും കടലമാവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. വല്ലാണ്ട് സോഫ്റ്റ് ഒന്നും ആവണ്ട, എന്നാലും ചെറുതായിട്ടൊക്കെ സോഫ്റ്റ് ആവണം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഒരു 3/4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് തന്നെ വേണ്ട, പക്ഷെ നമ്മൾ എടുക്കുന്ന റവയുടെയും അതുപോലെ കടലമാവിൻ്റെയൊക്കെ പരുവത്തിനനുസരിച്ചിരിക്കും അതിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വല്ലാണ്ട് കട്ടിയാവുന്നുണ്ട്, കാരണം റവയിൽ ഒരുപാട് വെള്ളം വേണമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പിന്നെ ചിലപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റോ വയ്ക്കാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടാവുള്ളൂ. ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പം കണ്ടോ, ഇപ്പോൾ 5 മിനിറ്റ് വെച്ചപ്പോഴേക്കും ഇത് അത്യാവശ്യം കട്ടിയായിട്ടുണ്ട്. നമ്മൾ കുഴച്ചെടുത്ത സമയത്ത് കുറച്ചൊരു സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പം കൈ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം എടുത്തിട്ടുണ്ടാകും. 1 കപ്പ് വെള്ളം എടുത്തിട്ടില്ല. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ കുഴച്ചെടുക്കുക. വല്ലാണ്ട് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണ്ട, എന്നാലും കുറച്ച് സോഫ്റ്റായിട്ടുള്ളൊരു മാവാക്കിയിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ബാക്കി നമ്മൾ 1 കപ്പ് നെയ്യ് മെൽട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മളൊരു 3 ടേബിൾ സ്പൂണ് ഇത് കുഴച്ചെടുക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അപ്പം വല്ലാണ്ട് ഒട്ടും നെയ്യ് ഒഴിക്കാണ്ട് ഇരിക്കും ചെയ്തിട്ടോ. ബാക്കി നെയ്യ് നമുക്കവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നെയ്യ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. ഇനി ഈ ഒരു മാവിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ബോളാക്കിയിട്ട് നല്ലോണം തിന്നാക്കിയിട്ടൊന്ന് പരത്തിയിട്ട് കൈ കൊണ്ട് തന്നെ പരത്തിയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ഇത് നന്നായിട്ട് ഷേപ്പിലൊന്നും ഫ്രൈ ആക്കി എടുക്കേണ്ടൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ചെറിയൊരു ബോളാക്കിയിട്ട്, ചെറിയല്ല കുറച്ച് വലുപ്പമുള്ള ബോളാക്കിയാലും കുഴപ്പമില്ല. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിന്നാക്കിയിട്ട് പരത്തുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ബാച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ആക്കിയിട്ട് ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് എണ്ണയല്ല നെയ്യ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കൈ കൊണ്ട് ഒന്നുകൂടെ ഇതൊന്ന് പരത്തിയെടുക്കാം, ഒന്ന് തിന്നാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ വല്ലാണ്ട് കരിയിപ്പിച്ചെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വേവുന്ന രീതിയിൽ വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ.
അപ്പോൾ ഏകദേശം ഒരു വശം കുക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതായത് ഒരു വശം ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരുന്ന രീതിയിൽ വേണം നമ്മളത് റെഡിയാക്കി എടുക്കാൻ. ഒട്ടും കുക്കായിട്ടില്ലെങ്കിൽ ആ കടലമാവിൻ്റെയും റവയുടെയൊക്കെ ഒരു പച്ചച്ചൊവ വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പച്ചച്ചൊവ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പം ബൂന്തി ഇത് നമ്മൾ റെഡിയാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂന്തിയുടെ സെയിം ടേസ്റ്റ് തന്നെ വരും ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ. അപ്പോൾ അതാ രണ്ട് വശവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല കേട്ടോ. അതിങ്ങനെ ചെയ്യുമ്പോൾ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ആ നെയ്യ് അത്ര തന്നെ നമുക്ക് ബാക്കിയായിട്ട് കിട്ടും. രണ്ടാമത്തെ ബാച്ച് ഞാനിതാ ഫ്രൈ ആക്കി എടുക്കാൻ പോവുകയാണ്. വളരെ തിന്നാക്കിയിട്ട് ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്യ് കണ്ടോ, നമ്മളിപ്പം ഒഴിച്ചു കൊടുത്തതിൽ കുറച്ച് മാത്രമേ കുറവുള്ളൂ, ബാക്കി അതേപോലെ തന്നെ ഉണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇത് റെഡിയാക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ, എന്നാലും വല്ലാണ്ട് തണുക്കാൻ വെക്കേണ്ട. അപ്പം ഇത് കണ്ടോ, അകത്ത് നല്ല സോഫ്റ്റാണ്, പുറമേ നല്ല ക്രിസ്പാണ്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ലഡ്ഡു റെസിപ്പി തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ലഡ്ഡു എന്നും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ടേസ്റ്റ് നമ്മൾ സാധാ ലഡ്ഡുവിൻ്റെ സെയിം ടേസ്റ്റ് തന്നെ വരുന്നത്. അത്രയും സോഫ്റ്റ് അല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാനിത് കുറച്ച് ബാച്ചായിട്ട് 2 ബാച്ചായിട്ട് ഞാനിത് പൊടിച്ചെടുക്കാൻ പോവാണ്. വല്ലാണ്ട് ചൂടോട് കൂടിയിട്ട് പൊടിക്കേണ്ട, എന്നാലും ചെറിയൊരു ചൂടുണ്ടായിക്കോട്ടെ. അപ്പോൾ ഇത് നമുക്ക് ബാക്കിലോട്ട് പൾസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ബാക്കിലോട്ട് പൾസ് ചെയ്ത് കൊടുത്താണ്. അല്ലെങ്കിൽ ഇതുപോലെ പൊടിച്ചെടുക്കുക, ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ചെറിയൊരു തരി ഉണ്ടാവും, കുഴപ്പമില്ല, അത് റവയുടെ തരിയാണ്. പക്ഷേ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് ഇതാ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഇതാ നമ്മൾ പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഈ ഒരു മിക്സ്ചർ വരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ മധുരമൊന്നും ഉണ്ടാവില്ല, ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ആ ഒരു പച്ചച്ചോവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പിലും കുറച്ച് കുറവ്, നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതുപോലെ മധുരം എടുക്കുക. അപ്പോൾ ഞാൻ പഞ്ചസാര എടുത്തിട്ട് അതും ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടുള്ള പഞ്ചസാര ആണെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല, വല്ലാണ്ട് പൊടിയാക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് പഞ്ചസാര മെൽറ്റ് ചെയ്യുന്നൊന്നുമില്ല, നേരിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ചെറിയൊരു കടിക്കാനൊക്കെ ഉണ്ടാവും പഞ്ചസാര, അങ്ങനെ കടിക്കേണ്ടതെന്നാണെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു മിക്സ്ചറിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നാൽ പഞ്ചസാര എല്ലായിടത്തും നന്നായിട്ട് എത്തും. ഇനി ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് റോസ് വാട്ടറാണ് ചേർക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഏലക്കാപ്പൊടി ഇല്ലാത്തതുകൊണ്ട്, ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം റോസ് വാട്ടർ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നട്ട്സ്, ഞാൻ ബദാമും പിസ്തയും അതുപോലെ ഉണക്കമുന്തിരിയും അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക, പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ്. നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്, ലഡു ഉണ്ടാക്കാനുള്ള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ്നെസ് ഉണ്ടാകും. അപ്പോൾ ഞാൻ നേരത്തെ നമ്മളിത് ഫ്രൈ ആക്കാൻ എടുത്തിട്ടുള്ള നെയ്യ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമുക്ക് ആ നെയ്യ് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിക്കണം, പക്ഷേ കുറേശ്ശെയായിട്ട് ഒഴിച്ചാൽ മതി, എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കേണ്ട. ചിലപ്പം നമുക്ക് അത്രയും നെയ്യ് വേണ്ടി വരില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക, ആവശ്യത്തിനുള്ള നെയ്യ് മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. കൂടുതൽ നെയ്യ് ഒഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നെയ്യിന് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാകും. പിന്നെ അത്രയും നമുക്ക് ആവശ്യമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കുറേശ്ശെ ഒഴിച്ചാൽ മതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ നെയ്യ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് നിറയില്ലായിരുന്നു, ഒരു കപ്പിൽ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അത്രയും നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നെയ്യ് മെൽട്ടാക്കിയിട്ട് തന്നെ എടുക്കണം. കട്ടിയുള്ള നെയ്യൊക്കെ ആണെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക, കട്ടിയാവുമ്പോൾ നമുക്ക് അത്രയും വേണ്ടി വരുന്നില്ല.
അപ്പോൾ നമ്മുടെ ലഡുയുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് ലഡു ഉണ്ടാക്കാൻ നോക്കാം. സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു സ്പൂൺ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് ഓരോ ലഡുവും എടുക്കുമ്പം നമ്മൾ ബോളാക്കി എടുക്കുമ്പം ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് എടുത്താട്ടോ സ്പൂണ്. അങ്ങനെ വേണമെന്നില്ല. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബോൾസാക്കി എടുത്താൽ മതിയാകും. കണ്ടോ, നല്ല കറക്റ്റ് ലഡുവിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ബോളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കിഡിലൻ ലോക്ക്ഡൗൺ സ്പെഷ്യൽ ലഡു റെസിപ്പിയാണ്. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ ഇതുപോലത്തെ സ്പൂൺ വേണമെന്നില്ല കേട്ടോ, എന്തെങ്കിലും ഒരു മെഷർമെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പുറത്തുനിന്ന് ബേക്കറിയിൽ നിന്നൊന്നും ലഡു അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഒരുപാട് പേർക്ക് ലഡുവൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ്, ബർത്ത്ഡേയോ ആനിവേഴ്സറി ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒട്ടും ഫെയിലാവാത്ത ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൽ പഞ്ചസാരയുടെ ആ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് പഞ്ചസാര ചെറുതായിട്ട് കടിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല എന്നാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പഞ്ചസാര ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ സ്പെഷ്യൽ സ്വീറ്റാണിത്, ലഡു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ലഡു ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ ലഡു പുറത്തൊന്നും വാങ്ങിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളത് കാണണ്ടേ. പുറമേ നല്ല ഇങ്ങനെ ഒരു ഹാർഡ് പോലെ കാണുന്നുണ്ടെങ്കിൽ പോലും നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. കണ്ടോ, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായിട്ടോ വ്ളോഗുമായിട്ടോ വരുന്നവരേക്കും ബൈ. താങ്ക് യു.